ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ കുട്ടികളെ, ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ക്രൈം ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. 2014 റിലീസ് ചെയ്ത പോക്കർ നൈറ്റ്. ഇതിനകത്ത് പോലീസല്ല സീരിയൽ കില്ലറെ ചേസ് ചെയ്ത് പോകുന്നു. ഒരു സീരിയൽ കില്ലർ പോലീസുകാരനെ പിടിച്ചുകൊണ്ട് പോവാം. എന്നിട്ട് പുള്ളിക്കാരനോട് പറയും, പറ്റുമെങ്കിൽ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. കയ്യും കാലും കെട്ടിവെച്ച് എങ്ങനെ കണ്ടുപിടിക്കാന്ന്? അപ്പൊ നമ്മുടെ ഹീറോ അവന്റെ പഴയകാല ഓർമ്മകളൊക്കെ ചെകഞ്ഞെടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ സൈക്കോ തന്നെ പിടിച്ചോണ്ട് വന്നതെന്ന് കണ്ടുപിടിക്കുകയാണ്. ഇതിലൊരു ക്രൈമല്ല, പല ക്രൈമുകളും വരുന്നുണ്ട്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഒരു വ്യത്യസ്തമായ നോൺ ലീനിയർ സ്ക്രിപ്റ്റാണത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഹീറോ ആയ പോലീസുകാരൻ ഒരു ചെറുപ്പക്കാരനാണ്. പുള്ളിക്കാരൻ ശരീരം മുഴുവൻ രക്തമായി എവിടെയോ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന സമയത്താണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെപ്പറ്റി പുള്ളി ആലോചിക്കുന്നു. അതിലാദ്യം അവനുണ്ടായ വലിയൊരു ചതിയാണ് രാത്രി സമയത്ത് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാര്യ മറ്റൊരു കാമുകനുമായി കാമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ആദ്യത്തെ അവന്റെ തകർച്ച. രണ്ടാമത് ഈ വേദനയിൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോയി മരത്തിലിടിച്ച് മണ്ട പൊട്ടി. അതാണ് രണ്ടാമത്തെ തകർച്ച. ഇപ്പൊ വലിയ എന്തോ ഒരു അബദ്ധം കാണിച്ച് ആള് ദേഹം മൊത്തം രക്തവുമായി ഒരു വീടിന്റെ മുറ്റത്ത് കിടപ്പുണ്ട്. പോലീസുകാരൊക്കെ കൂടിച്ചേർന്ന് ഹീറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അടുത്ത് തന്നെ ഒരു പെൺകുട്ടിയും കിടപ്പുണ്ടായിരുന്നു. ഇനി ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഈ ഭാര്യയുടെ സംഭവമൊക്കെ കഴിഞ്ഞ് ഹീറോ വൃത്തിയായിട്ട് ജോലി ചെയ്തുകൊണ്ട് പോവാം. പോലീസാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഹീറോയ്ക്കൊരു കുറുന്താടിക്കാരൻ ക്യാപ്റ്റനുണ്ട്. പുള്ളിക്കാരൻ ഹീറോയോട് പറയും, ഇനി മുതൽ നീ ഡിറ്റക്റ്റീവാ, അതുകൊണ്ട് മണ്ടത്തരം കാണിച്ച് ഒന്നിലും പിടിക്കപ്പെടരുത്, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ഇതും പറഞ്ഞ് ക്യാപ്റ്റൻ അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് വോക്കി ടോക്കിയിൽ ഒരു കോള് വരുന്നത്. സംഭവം ഹീറോ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള അഡ്രസ്സിൽ എന്തോ ഡൊമസ്റ്റിക് ഡിസ്റ്റർബൻസ് ഉള്ളതായി, ആരുടെയോ വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുള്ളതായി എമർജൻസിക്ക് കോള് വന്നിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള പോലീസുകാർ ആരെങ്കിലും പോയിട്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ കോള് വന്നിട്ടുണ്ടാവുക. ഹീറോ ഞാൻ പോയി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തതിന് ശേഷം ആ അഡ്രസ്സിലേക്ക് പോവുകയാണ്. ഒരു തെരുവിന്റെ അഡ്രസ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ തെരുവിലേക്ക് ഹീറോ എൻ്റർ ആവുന്ന സമയത്ത് ടൗസർ ഒന്നും ഇടാത്തൊരു പെൺകുട്ടി ഹീറോയുടെ കാറിനെ മറികടന്ന് പേടിച്ചോടുന്നുണ്ടാവും. ഇത് കണ്ട ഹീറോ ഉടനെ കാർ നിർത്തി, നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ആ പെൺകുട്ടിക്ക് പുറകെ പോകുന്നുണ്ട്. ഇവളൊരു കുറ്റിക്കാട്ടി കയറി ഒളിച്ചിരിപ്പുണ്ടാവും. ഹീറോയെ കണ്ടുടനെ ചാടി എഴുന്നേറ്റ്, ഇവിടെ നിൽക്കല്ലേ, ഓടിക്കോ, ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു തീരുമ്പോഴേക്കും പുറകീന്നൊരാള് ടേസർ വെച്ച് ഷോക്ക് അടിപ്പിച്ച് ഹീറോയെ വീഴ്ത്തി. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡിവൈസിനും ഇയാൾ ഷോക്ക് കൊടുക്കുന്നുണ്ട്. സോ ആ പെൺകുട്ടിയെ ഉപയോഗിച്ച് ഹീറോയെ പിടിക്കുകയായിരുന്നു അയാൾ. അത് കഴിഞ്ഞ് ഇവരെ രണ്ടുപേരെയും ചെയിനിട്ട് മുറുക്കി പുള്ളിക്കാരൻ എങ്ങോട്ടോ കൊണ്ടുപോയി കെട്ടിവെച്ചിരിക്കുകയാണ്. ഹീറോയ്ക്ക് ബോധം വരുമ്പോൾ അവന്റെ 2 കൈയും കെട്ടി ഒരു ചെയറിലിരുത്തി കണ്ണ് മറയ്ക്കുന്ന രീതിയിൽ തുണി കൊണ്ട് ചുറ്റി വെച്ചിരിക്കുന്നു. ആരോ ഒരാൾ അടുത്തു വരുന്ന ശബ്ദം കേൾക്കാം. അയാൾ ഹീറോയ്ക്ക് മുന്നിലായി TV ഓണാക്കിയിട്ട് ആ TVയിലെ ന്യൂസ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. ന്യൂസിൽ ഹീറോയെ കാണാതായിട്ട് 3 ദിവസമായി. അദ്ദേഹത്തിന്റെ കാർ അവസാനമായി പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്, എന്നാൽ ഇതുവരെ ബോഡി കണ്ടു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടാവും. അതേപോലെ ഹീറോയുടെ ക്യാപ്റ്റൻ, എന്റെ പയ്യനെ ഞങ്ങൾ എന്തായാലും കണ്ടുപിടിക്കും, അവനെ ആരെങ്കിലും അപായപ്പെടുത്തിയതായിരിക്കും എന്നും കൂടെ ന്യൂസിൽ പറയുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ സൈക്കോ വീണ്ടും ഹീറോയുടെ കണ്ണ് പൊത്തി കെട്ടിവെക്കുക. അപ്പൊ ഹീറോ പറയും, ഞാനൊരു പോലീസുകാരനാണ്, ദയവിത് ഞാൻ പറയുന്നത് കേൾക്ക്, നീ എന്താ ചെയ്യണേന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല, എന്നെ അന്വേഷിച്ച് എന്തായാലും പോലീസുകാർ വരും, നീ വലിയ കുടുക്കത്തിൽപ്പെടും, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ സൈക്കോ ആണെങ്കിൽ മുഖത്തൊരു ലെതറിന്റെ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ആ സൈക്കോ പറയും, സംഭവിക്കുന്നതിനെല്ലാം പിറകിൽ ഒരു കാരണമുണ്ട് പീറ്റർ, നിന്നെ തേടി പോലീസുകാർ വരില്ല, അവരിപ്പോ പുഴയിലാണ് നിന്നെ അന്വേഷിക്കുന്നത്. ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവരും നിന്നെ മറക്കുകയും ചെയ്യും, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട, ഇപ്പൊ ഞാനാണ് നിന്റെ വിധി തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഹീറോയുടെ കഴുത്തിലേക്ക് എന്തോ ഒരു മയക്കുമരുന്ന് കുത്തിവെക്കും. അതോടെ ഹീറോയുടെ ബോധം പോയി. ആ സമയത്താണ് ഹീറോ തന്റെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. ഹീറോ നമ്മുടെ കുറുന്താടിക്കാരൻ ക്യാപ്റ്റന്റെ കീഴിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഈ ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന പോലീസിന്റെ ഒരു അണ്ടർ കവർ കോപ്പ് ഗ്യാങ് ഉണ്ട്. അവരെ കാണാനായിട്ട് ഹീറോ ഇടയ്ക്കിടെ അവരൊത്തുകൂടുന്ന സ്ഥലത്തേക്ക് പോകും. അവര് പറയുന്ന കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്, ആ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിലെ ഒരു മുടിയൻ പോലീസുകാരനുണ്ട്. പുള്ളിക്കാരന്റെ കഥ പറയും. അവസാനമായിട്ട് അന്വേഷിച്ച കേസ്, പ്രധാനപ്പെട്ട കേസ്. അങ്ങേരെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട 2 പോലീസുകാരെ ആരോ ഒരാൾ കൊന്ന് മറവ് ചെയ്തു. എന്നാൽ ബോഡി എവിടെയാണെന്ന് അതുവരെ പോലീസുകാർ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ബോഡി കണ്ടുപിടിക്കാതെ കുറ്റം തെളിയിക്കാൻ പറ്റില്ല. 2 വർഷം നമ്മുടെ മുടിയൻ പോലീസുകാരൻ ആ കേസ് അന്വേഷിച്ചു. അവസാനം
പുള്ളിക്കാരൻ ഈ കേസിൽ നിന്ന് പോലീസുകാരെ പിടിച്ച് മാറ്റി ആ കേസ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ തന്റെ കൂട്ടുകാർ മരിച്ച കേസ് ക്ലോസ് ചെയ്യാൻ മുടിയൻ പോലീസുകാരനെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങേര് വഴക്കൊക്കെ ഉണ്ടാക്കി ഇറങ്ങി വന്നിട്ട് ഇതിനെങ്ങനെയെങ്കിലും പരിഹാരം കാണണം എന്ന് തീരുമാനിച്ചു. ഇവര് സംശയിക്കുന്ന പ്രധാന സസ്പെക്ട് ഉണ്ട്. അവനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ നാളായിട്ട്. പക്ഷെ ഒരു എത്തും പിടിയും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അന്നേ ദിവസം ഇയാൾ രണ്ടും കൽപ്പിച്ച് ആ സസ്പെക്റ്റായ മൊട്ട വെള്ളമടിക്കുന്ന ബാറിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ഇരുന്ന് വളരെ സന്തോഷത്തിൽ എന്നതുപോലെ 2 പെഗ് ഓർഡർ ചെയ്യുക. ഒന്ന് പുള്ളിക്കാരൻ കഴിച്ചിട്ട് മറ്റേത് ഇങ്ങേർക്ക് കൊടുത്തോളൂ, ഞാൻ വളരെ ഹാപ്പിയിലാണെന്ന് പറയും. അപ്പൊ ആ മൊട്ട സസ്പെക്ട് എന്തുപറ്റി ബ്രദർ, എന്തുകൊണ്ടാ നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിരിക്കണേ എന്ന് ചോദിക്കും. പുള്ളിക്കാരൻ ഇതിനു മുന്നേ മുടിയൻ പോലീസിനെ കണ്ടിട്ടില്ല. അപ്പൊ മുടിയൻ പോലീസ് പറയാണ്, ഞാൻ ആക്ച്വലി ഒരു പോലീസുകാരനാ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട 2 പേര് മിസ്സായി പോയി. അവരുടെ ബോഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 2 വർഷമായിട്ട് ഞാൻ, ഒരു സമാധാനമില്ലാതെ. എന്നാൽ ഇന്ന് വൈകിട്ട് പോലീസുകാർക്ക് ആ ബോഡി കണ്ടുകിട്ടി. ഇവിടുത്തെ കാടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഇത്ര ബോഡി. എന്നിട്ടാണ് എന്നെ ഇവരിങ്ങനെ അലയിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എനിക്ക് സമാധാനമായി, ആ കേസ് ക്ലോസ് ആയല്ലോ. ഇനിയിപ്പോ സ്വൈര്യമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാം, എന്റെ ഫാമിലി കാത്തിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിരിക്കണമെന്നും പറഞ്ഞ് ഒരു പെഗും കൂടെ കഴിച്ചിട്ട് മുടിയൻ പോലീസ് അവിടെ നിന്ന് മാറിപ്പോകും. പോലീസുകാരൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ മൊട്ട സസ്പെക്ട് ഈ സംഭവം കേട്ടത് മുതൽ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇയാൾ മെല്ലെ ആ മൊട്ട മെല്ലെ അയാളുടെ കാർ എടുത്ത് നേരെ കാടിനകത്തേക്ക് ചെല്ലാണ്. ഒരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഒരു അടിവാരം ഭാഗത്തേക്ക് പോയിട്ട് അവിടെ മൊത്തം ഇയാൾ പരിശോധിക്കും. നമ്മുടെ മുടിയൻ പോലീസ് ആണെങ്കിൽ ഇവൻ കാണിക്കുന്നതെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. കുറെ നേരം പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഈ മൊട്ട സമാധാനത്തോടെ തിരിച്ചു പോവുക. എന്നാൽ പോലീസുകാരന് മനസ്സിലായി അവൻ അവിടെയാണ് ഈ ബോഡികൾ കുഴിച്ചിട്ടിരിക്കണേ. ഉടനെ പുള്ളി ക്യാപ്റ്റനെ വിളിച്ച് ബോഡികൾ കണ്ടുകിട്ടി ഇതാണ് ലൊക്കേഷൻ എന്ന് പറയും. പിറ്റേന്ന് പോലീസുകാർ വന്ന് ഡിഗ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കാണാതായ ആ 2 പോലീസുകാരുടെ ബോഡിയും കിട്ടുന്നു. സസ്പെക്ട് എവിഡൻസോടെ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. അങ്ങനെ 2 ജീവപര്യന്തം ഈ മൊട്ടയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ പോലീസുകാർ. ഇതെല്ലാം കേട്ട് പഠിച്ചോടാ ചിന്ന പയ്യാന്നും പറഞ്ഞ് അവർ ഹീറോയ്ക്ക് ഓരോ കഥകളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇതിൽ തന്നെ ഒരു ചീഫ് പോലീസുകാരനുണ്ട്. വെള്ളമുടിയൊക്കെയായി കാണാൻ സ്റ്റൈലായിട്ടുള്ള ഒരു ചീഫ് പോലീസുകാരൻ. പുള്ളിക്കാരന്റെ മോളുമായിട്ട് നമ്മുടെ ഹീറോ ലൈന. അത് പുള്ളിക്കാരന് ഇഷ്ടമല്ല. എന്റെ മോളെ കൂടെ നിന്നെ കണ്ടുപോരെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പലപ്പോഴായിട്ട് ഹീറോയെ വാൺ ചെയ്യുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണെന്നും പറഞ്ഞ് ആ സബ്ജക്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. എന്തായാലും അതവിടെ നിൽക്കെ നമുക്ക് ആ കുറുന്താടി ക്യാപ്റ്റൻ പോലീസുകാരന്റെ ഹിസ്റ്ററി നോക്കാം. അങ്ങേര് വളരെ നല്ല പോലീസുകാരനാണ്. ഹീറോയെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ ക്രിമിനലെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതുകൊണ്ട് ഹീറോയ്ക്ക് അങ്ങേരോട് പ്രത്യേക സ്നേഹവും മര്യാദയുണ്ട്. ഒരു തവണ നന്ദി പറയാൻ പോയപ്പോൾ നിന്റെ നന്ദി കൊണ്ടേ പള്ളേക്കട പന്നി, എനിക്ക് ഇമാതിരി പരിപാടിയൊന്നും ഇഷ്ടമല്ല, നിനക്ക് നന്ദി പറയണമെങ്കിൽ ആദ്യം സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനുള്ള ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ഇനി വരുന്ന പുതിയ പിള്ളേരെ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കുക. അതായിരിക്കണം എന്നോടുള്ള നന്ദി പറച്ചൽ. ഇപ്പൊ ചെന്ന് ഞാൻ കുടിച്ചതിന് ബില്ല് കൊടുക്കെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മാറിപ്പോ. നല്ലൊരു പൗരുഷ പോലീസുകാരൻ. ഇത് കഴിഞ്ഞ് പ്രസന്റിലേക്ക് വരുമ്പോൾ ബോധം വന്ന ഹീറോയുടെ അടുത്തേക്ക് മുഖം മൂടിയിട്ട സൈക്കോ വരുന്നു. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നിന്നെ കേസിൽ കൊടുക്കില്ല, എന്നെ വിടുമോ, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ഹീറോ ചോദിക്കുകയാണ് അയാളടുത്ത്. അപ്പൊ ഈ സൈക്കോ ഹീറോയുടെ വയറിനിട്ടൊരു കുത്തു കൊടുത്തിട്ട് ഞാനും നിന്നെപ്പോലെ തന്നെ വലിയൊരു മണ്ടനായിരുന്നു, ഇനി എന്റെ കഥ പറയാം കേട്ടോന്നും പറഞ്ഞ് അയാളെ കഥ പറയും. പുള്ളിക്കാരൻ ഭാര്യയും കുട്ടികളൊക്കെയായി സാധാരണ ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നോർമൽ മനുഷ്യനായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല താൻ ജനിച്ചത്, താൻ വ്യത്യസ്തനാണ്, സ്വന്തം സന്തോഷങ്ങൾക്ക് പുറകെയാണ് പോകേണ്ടത് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ ഗോൾസ് എന്താണെന്ന് എഴുതി വെച്ചു. ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കുക, അതിനെ എതിർക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലുക. ഇതായിരുന്നു അവന്റെ ഗോൾ. അതിൽ ആദ്യത്തെ പടിയായി അവൻ എതിരെ നിൽക്കുന്ന സ്വന്തം കുടുംബത്തെ അവൻ ഇല്ലാതാക്കി. എന്നിട്ട് അവൻ ഇഷ്ടമുള്ളതുപോലുള്ള ക്രൈമുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് എനിക്കിപ്പോൾ റൂൾ നമ്പർ 1 ചെയ്യേണ്ട സമയമായി, അതുകൊണ്ട് നീ റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞ് ഹീറോയ്ക്ക് വീണ്ടും മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് ഇവൻ അടുത്ത മുറിയിലേക്ക് പോകും. അപ്പൊ അടുത്ത മുറിയിലുള്ള ഒരു പെൺകുട്ടിയുടെ അലർച്ച കേൾക്കാം. ആ ശബ്ദം ഹീറോയ്ക്ക് അറിയുന്നതാണ്. എമി നിനക്ക് എന്ത് പറ്റി? അവളെ വെറുതെ വിടടാ, അവളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഹീറോ നിലവിളിക്കും. എന്നാൽ അടുത്ത നിമിഷം അവന്റെ ബോധം പോവുകയും ചെയ്യും. ഇനി എമിയുടെ കാര്യം നോക്കാം. എമി മറ്റാരുമല്ല, നമ്മുടെ ചീഫ് പോലീസുകാരന്റെ മകളാണ്. ഈ എമിയെ 2 ആഴ്ച മുന്നേ കാണാതായി. ഹീറോ തൊലഞ്ഞു പോകുന്നതിന് 2 ആഴ്ച മുന്നേ കാണാതായി. ഈ പെൺകുട്ടി മിസ്സായി പോയതിൽ നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും, സത്യമായിട്ടും അവളുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, അവൾ എവിടെ പോയതെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയും. അവൾ എവിടെയാണ് പോയതെന്ന് ഹീറോയ്ക്ക് അറിയില്ല. അത് സത്യമാണെങ്കിലും ബന്ധമില്ല എന്ന് പറഞ്ഞത് സത്യമല്ല. 2 പേരും ലൈനായിരുന്നു. ഈ എമിയെ ഹീറോ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എമി കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കാമെന്ന ഒരു ഞരമ്പ് രോഗിയെ അവള് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സീനാണ് ഹീറോ ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ തന്നെ അവൾ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ പെണ്ണ് ഹീറോയുടെ ഓഫീസിലേക്ക് ഇടയ്ക്കിടെ വിളിച്ച് നമുക്ക് പുറത്തു പോകണം, സിനിമയ്ക്ക് പോകണം, എനിക്ക് വിശക്കുന്നുണ്ട്, വൈകുന്നേരം എവിടെയെങ്കിലും കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുമായിരുന്നു. എന്നാൽ അവളോടൊപ്പം പുറത്തു പോകുന്ന ഹീറോയ്ക്ക് ഇഷ്ടമായിരുന്നു. 2 പേരും കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പ്രണയിച്ച് കറങ്ങി നടക്കുകയായിരുന്നു. ഇതിൽ എമി അണ്ടർ ഏജ് ആണ്, അവൾക്ക് 18 ആയിട്ടില്ല. അതുകൊണ്ടാണ് ഹീറോ അവളുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കമ്മിറ്റ് ചെയ്യാത്തത്. എന്തായാലും ഇപ്പൊ അണ്ണനെ ആ സൈക്കോ പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ഹീറോ ബോധം വന്ന് നിലവിളിക്കുമ്പോൾ
ഇരിക്കുമ്പോൾ അടുത്ത മുറിയിൽ നിന്നും എമി ഹീറോയുടെ ശബ്ദം കേൾക്കും. പീറ്റർ, നിനക്ക് എന്താണ് പറ്റിയത്? അവളുടെ ശബ്ദം കേട്ട ഉടനെ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിന്നെ എത്ര കാലമായി അയാൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഹീറോ ചോദിക്കും. അതിന് എമി, എന്നെ കാണാതായ അന്ന് മുതൽ ഇയാൾ എന്നെ പിടിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ ആരും അന്വേഷിച്ചു തുടങ്ങിയില്ലേ? അത് കേട്ട് ഹീറോ പറയും, നിന്റെ മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരും എന്നെയാണ് സംശയിക്കുന്നത്. നീ എങ്ങനെയാണ് ഇയാളുടെ പിടിയിൽപ്പെട്ടതെന്ന് ഹീറോ ചോദിക്കുക. അപ്പൊ എമി പറയും, ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് നിനക്ക് ആക്സിഡന്റ് പറ്റി, അവസാനമായിട്ട് ഒരു നോക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. അത് മറ്റാരും അറിയരുത്, അതുകൊണ്ടാണ് രഹസ്യമായിട്ട് വരണേന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നു. അയാളുടെ കയ്യിൽ രക്തം പുരണ്ട നിന്റെ ടീഷർട്ടും ഉണ്ടായിരുന്നു. സോ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ അയാളെ കൂടെ കാറിനകത്ത് കയറി നിന്നെ കാണാൻ വരുമായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ എന്നെ മയക്കി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. ഇതെവിടെയാണെന്ന് അറിയില്ല. നീ എങ്ങനെയാണ് കുടുങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്കൊരു വയർലെസ് കോൾ ഉണ്ടായിരുന്നു, ഈ സ്ട്രീറ്റിൽ എന്തോ കുഴപ്പം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ഇവന്റെ പിടിയിൽപ്പെട്ടത്. അപ്പൊ എമി പറയും, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോ പീറ്റർ. ഇയാൾ ദിവസവും എന്റെ അടുത്തേക്ക് വന്ന് എന്നെ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോ, നീ വിഷമിക്കാതെ, ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. അവനിപ്പോ എവിടെയാണെന്ന് അറിയോ? എമി പറയും, അവൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. കാർ എടുത്തു പോകുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റും, കാർ വരുന്ന ശബ്ദവും കേൾക്കാം. പക്ഷെ ഏത് സമയത്താ ഇവൻ പോകുന്നതെന്നോ രാത്രിയാണെന്നോ പകലാണെന്നോ അറിയില്ല. ഹീറോ അവളെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാന്ന് പറയാണ്. ആ സമയത്ത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഈ പഴയ പോലീസുകാരുടെ കൂട്ടായ്മയില്ലേ, അവരെയാണ് പോക്കർ നൈറ്റ് എന്ന് പറയുന്നത്. അവര് പോക്കർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ പഴയ കഥകളൊക്കെ പറയുന്നത്. ഇതിലൊരു ബുൾഗാൻ താടി പോലീസുകാരനുണ്ട്. അങ്ങേര് സർവീസിലുള്ള സമയത്ത് ഒരു കൊലപാതകം ഉണ്ടായി. ഒരു ചെറിയ പെൺകുട്ടി അവളുടെ വീട്ടിൽ വെച്ച് തന്നെ ആരോ പീഡിപ്പിച്ച് കൊന്നതാണ്. ഈ പോലീസുകാരനും ഫോറൻസിക്കും പരിശോധിച്ചപ്പോൾ കുട്ടി മരിച്ച മുറിയിൽ നിന്നും കൊലപാതകിയുടെ ഒരുപാട് DNA അംശങ്ങൾ കണ്ടുകിട്ടിയിരുന്നു. എന്നാൽ അത് ആരുടേതാണെന്നറിയില്ല. ഇവർ ആ DNA വെച്ചിട്ട് കുട്ടിയുമായി ബന്ധമുള്ള കുടുംബക്കാരും സുഹൃത്തുക്കളും അയൽവാസികളും ആ നാട്ടിലുണ്ടായിരുന്ന ക്രിമിനൽസും ഇവരുടെ എല്ലാം DNA വെച്ച് മാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആരുടേതുമായിട്ടും ചേർന്നില്ല. അങ്ങനെ ഈ കേസ് ഓപ്പൺ ആയിട്ട് കിടക്കുകയായിരുന്നു അടുത്ത 8 വർഷക്കാലത്തോളം. കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസുകാരെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്നാൽ അവർക്ക് ഉത്തരവില്ല. ഇതിൽ പഴയ കഥ കാണിക്കുമ്പോൾ ഹീറോയും അവരുടെ കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ആ കഥ അവൻ എത്രത്തോളം മനസ്സിലാക്കി അതിലൂടെ യാത്ര ചെയ്യുന്നു എന്നൊക്കെ കാണിക്കാനാണ്. ഇപ്പൊ പോലീസുകാർക്ക് കൊലപാതകിയെ 8 വർഷമായിട്ട് കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഒരു ലോഡ്ജിന്റെ സീലിംഗിൽ AC പണിയെടുക്കാൻ വന്ന ആള് കുറെ അധികം പെൺകുട്ടികളുടെ അണ്ടർവെയർ കാണുന്നു. ഇതുടനെ അയാൾ പോലീസിനെ വിളിച്ചു പറയുന്നു. പോലീസ് വന്ന് ആ അണ്ടർവെയർ പരിശോധിക്കുമ്പോൾ അതിലൊരാളുടെ DNA ഉണ്ടായിരുന്നു. ആ DNAയുമായിട്ട് നമ്മുടെ നേരത്തെ മരിച്ച പെൺകുട്ടിയെ കൊന്ന ആളുടെ DNA മാച്ച് ആവുന്നുണ്ട്. ഈ ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മരിച്ച പെൺകുട്ടിയുടെ വീടിന് 2 തെരുവിന് അപ്പുറത്താണ്. സോ കൊലപാതകം നടന്ന സമയത്ത് അവൻ ഈ ലോഡ്ജിലാണ് താമസിച്ചിരുന്നതെന്ന് മനസ്സിലായി. ഇനി കണ്ടുപിടിക്കേണ്ടത് ആ സമയത്ത് അവിടെ ആരായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. അങ്ങനെ പോലീസുകാര് പഴയ ഡാറ്റയൊക്കെ എടുത്ത് പരിശോധിച്ച് യഥാർത്ഥ പ്രതിയെ ഇപ്പൊ കണ്ടുപിടിച്ചു. അയാൾ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ നടത്തുന്ന ആളാണ്. നമ്മുടെ പോലീസുകാരൻ നേരെ ആ സ്റ്റോറിലേക്ക് പോകുന്നു. ഇനി പ്രതിയുടെ പെരുമാറ്റം കൂടെ മനസ്സിലാക്കണമല്ലോ. ആ സ്റ്റോറിൽ ചെന്ന് പോലീസുകാരൻ ഈ പ്രതിയെ തറപ്പിച്ച് നോക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ എന്തെങ്കിലും പന്തികേടുണ്ടെങ്കിൽ പ്രതിക്കും പോലീസിനും രണ്ടുപേർക്ക് മനസ്സിലാവും. വന്നിരിക്കുന്നത് പോലീസാണെന്നും താൻ ചെയ്ത ക്രൈം അവർ കണ്ടുപിടിച്ചു എന്നുള്ളതും ഈ പ്രതിക്ക് പിടികിട്ടി. അവരുടെ പെരുമാറ്റമാണ് പ്രധാനമായിട്ടും പോലീസുകാർ നോട്ട് ചെയ്യുക. കുറ്റം ചെയ്തവന് എപ്പോഴും സംശയവും ഭയവുമായിരിക്കും. ഇയാൾക്കും അതുപോലെ ഭയമായിരുന്നു. പോലീസിനെ കണ്ടുടനെ പുള്ളിക്കാരൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പോലീസുകാരൻ പുറകെ പാഞ്ഞു ചെല്ലുന്നു. ഈ പ്രതി ഒരു കാർ എടുത്ത് പോലീസുകാരനെ ഇടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കുക. ആ സമയത്തെ കാറിടിയിലായിരുന്നു ഈ പോലീസുകാരന്റെ 2 കാലും നഷ്ടപ്പെട്ടത്. എന്നാൽ കാൽ അനക്കാൻ പറ്റാതായിട്ടും പോലീസ് ആ പ്രതിയെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ വലിയൊരു സേവനം ചെയ്ത ആളാണ് നമ്മുടെ ഈ ബുൾഗാൻ മീശക്കാരൻ. ഇനി പ്രസന്റിലേക്ക് വന്നാൽ ഹീറോ ബോധം വന്നു കഴിഞ്ഞ് ആ ചെയറിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കവേ ഈ ചെയർ നിലത്ത് പിടിപ്പിച്ചിരിക്കുന്ന സ്ക്രൂ ഇളകി തുടങ്ങും. അതാണ് കിട്ടിയ ഉപാധി എന്ന് മനസ്സിലാക്കി ഹീറോ ആടിക്കളിച്ച് വലിച്ച് ആ സ്ക്രൂവും പൊട്ടിച്ച് നിലത്തേക്ക് വീഴുക. എന്നിട്ട് തന്റെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ചു മാറ്റി ഇപ്പൊ പിടിവിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് കയ്യിൽ ആ സൈക്കോ അടിച്ചു കൊടുത്തിരിക്കുന്ന ടാറ്റു കാണുക. അത് എമിയുടെ മുഖമുള്ള ടാറ്റു ആണ്. സോ എമിയുടെ മുഖമുള്ള ടാറ്റു ഈ സൈക്കോ ഹീറോയുടെ കയ്യിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ അവൻ എന്തിനാണെന്നറിയില്ല. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഡോറ് പൊളിച്ച് ഹീറോ പുറത്തേക്ക് വരും. എന്നാൽ അടുത്ത മുറിയിൽ എമിയെ കാണുന്നില്ല. അവളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അവളുടെ ശബ്ദം കേൾക്കുന്ന ഭാഗം മാത്രം നോക്കി ഹീറോ പരിശോധിക്കുമ്പോൾ ഭിത്തിയിലൂടെ ഒരു തുരങ്കം അകത്തേക്ക് പോകുന്നതായിട്ട് കാണാം. ഹീറോ ആ തുരങ്കത്തിലൂടെ അതിനപ്പുറത്തുള്ള മുറിയിലേക്ക് എത്തും. അവിടെയാണ് എമിയെ ഈ സൈക്കോ പൂട്ടി കെട്ടിവെച്ചിരിക്കുന്നു. വിലങ്ങിട്ട് കെട്ടിവെച്ചിരിക്കുന്നു. ആ വിലങ്ങ് ഹീറോയ്ക്ക് അഴിക്കാൻ കഴിയുന്നില്ല. ഹീറോ ചെയർ പൊട്ടിച്ച സമയത്ത് ഒരു മരക്കഷ്ണം കയ്യിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവൻ അവിടെ നിലത്തിട്ടിട്ട് ഈ ചെയിൻ എങ്ങനെയെങ്കിലും വലിച്ചൂരാൻ പറ്റുമോ നോക്കുകയാണ്. നടക്കുന്നില്ല. അവൻ എമിയോട് പറയും, ഞാനിത് പൊട്ടിക്കാനുള്ള ഏതെങ്കിലും ടൂൾസ് കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം, നീ പേടിക്കണ്ട,
ഞാൻ നിന്നെയും കൊണ്ടേ പോവുള്ളൂ, ഇവിടെ ധൈര്യമായിട്ടിരിക്കുന്നും പറഞ്ഞ് ഹീറോ എമിയെ അവിടെ തന്നെ ഇരുത്തിയിട്ട് വീണ്ടും പഴയ മുറിയിൽ വന്ന് പരിശോധിക്കുക. ആ സമയത്ത് ഹീറോയുടെ കയ്യിൽ നിന്ന് കിട്ടിയ മരക്കഷ്ണം നമ്മുടെ എമി പെണ്ണ് കയ്യിലെടുത്ത് വെക്കുന്നുണ്ട് ഒരു ആയുധമായിട്ട്. ഇവിടെ ഹീറോ അടുത്ത മുറിയിലൊക്കെ പരിശോധിച്ച് അവസാനം ബേസ്മെന്റ് എന്ന് ഈ സൈക്കോ താമസിക്കുന്ന വീടിന്റെ മുകളിലേക്ക് വന്നു. ഇപ്പൊ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ആ വീട്ടിൽ ഒരു ലാൻഡ് ലൈൻ കേബിൾ ഉള്ളതായിട്ട് ഹീറോ കാണുന്നു. ആ കേബിളിനറ്റത്ത് ഈ ലാൻഡ് ഫോണിന്റെ മോഡം കാണാം, എന്നാൽ വയർലെസ് ആയിട്ടുള്ള ഫോൺ കാണുന്നില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ മോഡത്തിൽ തന്നെ ലൊക്കേറ്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഹീറോ അതമർത്തി പരിശോധിക്കുകയാണ്. ഈ സമയത്തായിരിക്കും അയാളുടെ കാർ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അതേ നേരത്ത് ഹീറോ ആ വയർലെസ് ഫോൺ കണ്ടുപിടിച്ചു. അതവൻ കയ്യിലെടുത്ത് വെക്കുമ്പോഴായിരിക്കും ഈ സൈക്കോ മുഖംമൂടിയൊക്കെ ഇട്ട് വീടിനകത്തേക്ക് കാഷ്വൽ ആയിട്ട് കടന്നു വരുന്നത്. അയാൾ എന്തായാലും ഹീറോയെ കണ്ടിട്ടില്ല. ഹീറോ ഈ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കോൾ കണക്ട് ആവുന്നില്ല. അപ്പോഴായിരിക്കും തൊട്ടടുത്ത മുറിയിൽ നിന്നും ശബ്ദവും ചുവന്ന വെളിച്ചവും ഹീറോ കാണുന്നു. അവിടെ എന്താ സംഭവിക്കണേന്ന് അറിയാൻ വേണ്ടി ആ അടുത്ത മുറിയിലേക്ക് ഹീറോ കയറും. അവിടെ ഈ എമി പെണ്ണിന്റെ ഒരുപാട് ഫോട്ടോകൾ ഇയാൾ എടുത്തു വെച്ചിട്ടുണ്ട്. വസ്ത്രമുള്ളതും ഇല്ലാത്തതും ഹീറോയുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും എല്ലാം ഉണ്ട്. അതേപോലെ ഇവരുടെ അനക്കങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇവൻ എല്ലായിടത്തും CCTVകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെ ലൈവ് ഫൂട്ടേജൊക്കെ അവൻ ഈ മുറിയിൽ നിന്നുമാണ് കാണുന്നത്. ഈ വീടിനകത്ത് ആ വില്ലന്റേതായ ഒരു രേഖകളുമില്ല. ഹീറോക്കെതിരായിട്ടുള്ള രേഖകൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഹീറോ കയ്യിലൊരു കത്തിയുമായി ഈ സൈക്കോ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാ. അയാളാണെങ്കിൽ ഹായായിട്ട് സോഫയിൽ ചാഞ്ഞിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുക. ഹീറോ മെല്ലെ പുറകെ ചെന്ന് തന്റെ കയ്യിലെ കത്തി കൊണ്ട് ആ വില്ലന്റെ കഴുത്തറക്കും. മെല്ലെ തൊടുമ്പോഴേക്കും ഈ കഴുത്ത് മുറിഞ്ഞ് നിലത്തേക്ക് വീണു. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുക അതൊരു ഡമ്മി ആയിരുന്നു അവിടെ ഇരുന്ന്. പെട്ടെന്ന് സൈക്കോ പുറകേന്ന് ചാടി ഹീറോയെ അറ്റാക്കി ടേസർ അടിച്ചവനെ ബോധം കെടുത്തി ബേസ്മെന്റിലേക്ക് വീണ്ടും വലിച്ചുകൊണ്ട് വന്ന് ഹീറോയുടെ കയ്യും കാലും രണ്ടും അവനെ ഒടിച്ചു കളയും. അവിടെ നപ്പാടെ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇപ്പൊ കഥ പറയാൻ പോകുന്നത് മറ്റൊരു പോലീസുകാരനാണ്. വയസ്സായ ഇവരിലെ ഏറ്റവും സീനിയറായ പോലീസുകാരൻ. അങ്ങേരുടെ കഥ 79 നടക്കുന്നത്. അത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ പറയും 79 എന്നാൽ ഒരുപാട് പഴയതൊന്നുമല്ല, എന്റെ കല്യാണം അപ്പോഴാണ് കഴിഞ്ഞതെന്ന്. ഇത് കേട്ട കൂടെയുള്ള ചെറുപ്പക്കാർ പറയും ഞങ്ങൾക്കറിയാം, ഭാര്യയുടെ പേര് ക്ലിയോപാട്ര എന്നല്ലേ, ഹിസ്റ്ററി ബുക്കിൽ കണ്ടായിരുന്നു എന്ന്. എല്ലാവരും ചിരിച്ചു കഴിഞ്ഞ് വീണ്ടും ഡാഡി പോലീസ് അങ്ങേരുടെ പഴയ കഥ പറഞ്ഞു തുടങ്ങുക. ആ സമയത്ത് ഒരു ഇരട്ട കൊലപാതകം ഉണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ വെച്ച് ആരോ മർദ്ദിച്ച് കൊന്നതാണ്. സാക്ഷികളോ പ്രതികളോ ഇല്ല. ഒരു സസ്പെക്ട് ഉണ്ടായിരുന്നു, എന്നാൽ പോലീസുകാർക്ക് അതിൽ ഉറപ്പുമില്ല. സസ്പെക്ട് ആരാന്ന് വെച്ചാൽ ഈ ദമ്പതികളുടെ തന്നെ മകനായിട്ടുള്ള ഒരു 17 വയസ്സുകാരൻ. അവനെ ചോദ്യം ചെയ്തതിൽ ബാക്കിയുള്ള പോലീസുകാർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ഡാഡി പോലീസിന് അവൻ പറഞ്ഞ മറുപടിയിലും ഉത്തരങ്ങളിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അതിനൊരു ടെക്നിക് ഉണ്ടെന്ന് ഡാഡി പോലീസ് ഹീറോയോട് പറയാണ്. അന്ന് അങ്ങേര് എന്തൊക്കെയാണ് ചെയ്തത് അതെല്ലാം ഹീറോ ചെയ്തതുപോലെയും സംസാരിച്ചതുപോലെയും ഹീറോ ഫീൽ ചെയ്യും. ആ പോലീസുകാരൻ ഈ ചെറുക്കനോട് എനിക്ക് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ കൂടെ ചോദിക്കാനുണ്ട്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഈ പയ്യൻ ഇറങ്ങാൻ നേരം ചോദിച്ചു. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ, കൂടുതൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാനൊരു വക്കീലുമായിട്ട് ബന്ധപ്പെടട്ടെ എന്നാ പയ്യൻ ചോദിക്കുക. അതിന് നമ്മുടെ ഡാഡി പോലീസ് ചെറുക്കൻ മെല്ലെ നമ്മുടെ വഴിക്ക് വരുന്നുണ്ട്, അവന് ഭയമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. ഡാഡി പോലീസ് ആ പയ്യനോട് പറഞ്ഞു, തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ വക്കീലിന്റെ ആവശ്യമുള്ളൂ, ഉള്ള സത്യങ്ങൾ തുറന്നു പറയാൻ വക്കീലിന്റെ ആവശ്യമില്ല, മോൻ കുറ്റക്കാരനല്ലല്ലോ, പിന്നെന്തിനാ വക്കീല്? ഈ ചോദ്യം കേൾക്കുമ്പോൾ ചെറുക്കൻ പറയും, അതെ പിന്നെന്തിനാ വക്കീല്, ഞാൻ കുറ്റക്കാരനല്ല, എനിക്ക് വേണ്ടാന്നും പറയാം. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോയി ഒന്നുകൂടെ കാര്യങ്ങൾ പരിശോധിക്കാം, റിപ്പോർട്ട് ഒന്ന് കൃത്യമായിട്ട് എഴുതണം എന്നും പറഞ്ഞ് പോലീസുകാരൻ ഈ പയ്യനെ വിളിച്ചിട്ട് ക്രൈം നടന്ന അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ഈ ദമ്പതികൾ കൊല്ലപ്പെടുന്നത്. നമ്മുടെ പോലീസ് ചെറുക്കനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകും. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അവൻ ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അവിടെ വെച്ച് ഈ പോലീസുകാരൻ ചോദിക്കുക എന്താണെന്ന് നടന്നതെന്ന്. ചെറുക്കൻ പറയും, ഞാൻ ശബ്ദം കേട്ട് അപ്പന്റെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഏതോ ഒരാള്, മുഖം മറച്ച ഒരാള് അച്ഛനെയും അമ്മയെയും തല്ലുന്നാണ് കണ്ടത്. ഞാൻ പേടിച്ച് പുറത്തേക്ക് ഓടി. പിന്നെ അയാൾ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. ഇത് കേട്ട പോലീസുകാരൻ ചോദിക്കും, ആർക്കാണ് അച്ഛനെ അമ്മേനെയും ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നിയത്? നിന്റെ അച്ഛനും അമ്മയും പാവാണല്ലോ, അവർക്ക് അങ്ങനെ എതിരാളി ഉണ്ടാവോ? ഇത്രയും നല്ല മനുഷ്യരെ ആർക്കാണ് ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുക? അത് കേൾക്കുമ്പം പയ്യൻ പറയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരത്ര നല്ല മനുഷ്യരൊന്നും ആയിരുന്നില്ല. അവര് സ്വന്തം മകനാണെന്നുള്ള പരിഗണന പോലും തരാതെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അച്ഛൻ സമയം കിട്ടുമ്പോഴൊക്കെ ശകാരിക്കുകയും തല്ലുകയും ചെയ്യുമായിരുന്നു. എന്നെ ഉപദ്രവിക്കുന്നതിനെതിരെ ശബ്ദിക്കാനോ എതിർക്കാനോ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അവര് ഭീരുവായിരുന്നു. ഇവര് രണ്ടുപേർക്കും ഇടയിൽ ജീവിക്കാൻ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഈ പയ്യൻ ഇങ്ങനെ പറയുമ്പോൾ പോലീസുകാരൻ ഇതാണ് കിട്ടിയ ചാൻസ് എന്നും പറഞ്ഞ് അവൻ ഒന്നുകൂടെ ചൂട് കയറ്റുക. സ്വന്തം മകനോട് ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ചെയ്ത് ശരിയാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നീ ചെയ്തതായിരിക്കും. ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നീ ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങൾ ഇപ്പത് മനസ്സിലാക്കുന്നു, യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ഇനി പറ എന്താണ് നടന്നത്?
അത് കേൾക്കുമ്പോൾ പയ്യൻ സത്യാവസ്ഥ പറയും. കുറെ നാളായിട്ടുള്ള അച്ഛന്റെ ഉപദ്രവം സഹിக்க വയ്യാതെ അങ്ങേരോടുള്ള ദേഷ്യം കനത്ത് അവസാനം ബേസ്ബോളിന്റെ ബാറ്റ് എടുത്ത് ഇവർ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി ചെറുക്കൻ അപ്പനെയും അമ്മേനെയും തല്ലിക്കൊല്ലുമായിരുന്നു. ഉപദ്രവിക്കുന്നോണ്ട് അപ്പനെയും എതിർക്കാത്തോണ്ട് അമ്മേനെയും രണ്ടുപേരെയും ഇല്ലാതാക്കിയത് മകൻ തന്നെയാണ്. അതെ, ഞാൻ തന്നെയാണ് ചെയ്തത്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലടാന്നും പറഞ്ഞിട്ട് ഈ ചെറുക്കൻ അവരെ ഉപദ്രവിച്ച ബാറ്റ് എടുത്ത് നമ്മുടെ പോലീസുകാരനെയും തല്ലി പീസാക്കും. അങ്ങനെ ഡാഡി പോലീസിന്റെ താടിയെല്ല് പൊട്ടി ശരീരത്താകമാനം 18 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഫിസിക്കലി ജോലി ചെയ്യാൻ പറ്റാതെ അൺഫിറ്റ് ആയിട്ട് മാറി. എന്നാലും യഥാർത്ഥ പ്രതിയെ എനിക്ക് കണ്ടു കിട്ടിയെന്ന് അങ്ങേര് പ്രൗഡായിട്ട് പറയാണ്. ഇതാണ് പുള്ളിക്കാരന്റെ ഹിസ്റ്ററി. ഇനി ഹീറോയിലേക്ക് വന്നാൽ, ഹീറോ ഈ പോലീസ് ജോലി ഒരു ഫണ്ണായിട്ടാണ് ഇത്രയും നാൾ കണ്ടിട്ടുള്ളൂ. ഇവരെ പോലെ വലിയ കുഴപ്പത്തിലൂടെ കടന്നുപോയിട്ടില്ല. ക്രൈമിലെ വേദനകൾ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോ ഏതോ ഒരു പ്രാന്തം പിടിച്ചോണ്ട് വന്ന് ഭിത്തിയിൽ പോസ്റ്റർ പോലെ അടിച്ചൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും ആ സൈക്കോ ഹീറോയെ സൂപ്പർ ഗ്ലൂ ഇട്ട് ഭിത്തിയിൽ ഇപ്പോൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഹീറോ കരഞ്ഞോണ്ട് ചോദിക്കും, നീ എന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും വേണമായിരിക്കും, ഇനിയെങ്കിലും നിന്റെ ആവശ്യം എന്നോട് പറയും. അത് കേൾക്കുമ്പോൾ സൈക്കോ, ഇത്രയും നേരമായിട്ടും നീ ഈ കാര്യം ഇപ്പോഴാണോ മനസ്സിലാക്കിയത്? എന്നാൽ അത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയും. ഞാനതിന് പരിഹാരം ഉണ്ടാക്കിത്തരാം. നിനക്ക് എന്താണ് ആവശ്യം? അപ്പൊ സൈക്കോ, നീ അങ്ങനെ അത്ര പെട്ടെന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് എന്റെ വായിൽ നിന്ന് എന്നെ കേൾക്കണ്ട. നിനക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല. മരിക്കുന്നതിന് മുന്നേ നിനക്ക് യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നീ ചിന്തിക്കുന്നതിന് 5 സ്റ്റെപ്പ് മുന്നിലായിരിക്കും എപ്പോഴും ഞാൻ. അതുകൊണ്ട് ഇനി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഡോണ്ട് ട്രൈ ടു ബി സ്മാർട്ട്. ശ്രമിച്ചാൽ ഇതിലും വലിയ വേദനയായിരിക്കും നിനക്ക് അടുത്തത് കിട്ടാൻ പോകുന്നു. എന്നാൽ എനിക്ക് ജോലിയുണ്ടെന്നും പറഞ്ഞ് ഈ സൈക്കോ ഇറങ്ങിപ്പോകാൻ നിൽക്കുക. അപ്പൊ ഹീറോ ചോദിക്കും, നീ നിന്റെ കഥ മുഴുവൻ എന്നോട് പറഞ്ഞിട്ടില്ല. നിന്റെ പഴയ കഥ, കുടുംബത്തെ കൊന്നത് മാത്രമേ നീ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? അപ്പൊ സൈക്കോ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു വന്നിരുന്നിട്ട്, ആ കഥ കേൾക്കാൻ നിനക്കിഷ്ടമാണോ? എന്ന ബാക്കിയും കൂടെ പറയാന്ന് പറഞ്ഞ് ഈ സൈക്കോ തന്റെ കുടുംബത്തെ കൊന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്തെന്ന് പറയും. ചെറിയ കുട്ടികളെ പിടിച്ച് പീഡിപ്പിക്കുക, അതിന് തടസ്സം നിൽക്കുന്നവരെ കൊല്ലുക. ഇതായിരുന്നു അവന്റെ വിനോദം. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് പഠനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ പഠനങ്ങൾ നടത്തുമ്പോഴാണ് ഇങ്ങേരെ പോലെ തന്നെ മറ്റൊരു സൈക്കോയെ പുള്ളിക്കാരൻ കണ്ടുപിടിക്കുന്നത്. ഇങ്ങേരെക്കാട്ടിലും സീനിയർ. പുള്ളിക്കാരൻ ഒരു മെന്ററായിട്ടായിരുന്നു ഈ സൈക്കോ കണ്ടിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഈ സൈക്കോയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പല ക്രൈമുകളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം എവിഡൻസ് ഇല്ലാതെ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട ഹീറോ ചോദിക്കും, ഇപ്പൊ നിങ്ങളുടെ മെന്റർ എവിടെയുണ്ടെന്ന്. അപ്പൊ സൈക്കോ, നീയൊക്കെ ഒരു പോലീസുകാരനാണോടാ? ആ മെന്റർ ആരാണെന്നും എവിടെയുണ്ടെന്നും ഇതുവരെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ വീണ്ടും കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങുന്നും പറഞ്ഞ് സൈക്കോ ഹീറോയ്ക്ക് വീണ്ടും മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് നേരെ എമിയുടെ മുറിയിലേക്ക് ചെല്ലാം. അവിടെ എമിയോട് പറയും, എനിക്ക് വേണ്ട ഡിറ്റക്റ്റീവിനെ കിട്ടി, ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല. നിന്റെ അപ്പനെ വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിക്കോ. അപ്പനെ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ കൊടുത്തു വിടാമെന്നും പറഞ്ഞ് അയാൾ എമിയുടെ കയ്യിൽ ആ ലാൻഡ് ലൈൻ ഫോൺ കൊടുക്കും. എന്നിട്ട് അപ്പന്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറയാം. ഇവള് കരഞ്ഞുകൊണ്ട് അപ്പനെ വിളിച്ച്, അപ്പ അയാൾ നിങ്ങൾ വരാൻ പറയുന്നുണ്ട്, എനിക്കിപ്പോഴും ജീവനുണ്ട്, നിങ്ങൾ വന്ന് എന്നെ വിളിച്ചോണ്ട് പോകുമോ എന്ന് ചോദിക്കും. ഇത് പറഞ്ഞ ഉടനെ സൈക്കോ എമിയെ പിടിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ആ ഫോൺ തട്ടി വാങ്ങിച്ച് അവളുടെ വാ പൊത്തി വെച്ചിട്ട് ഈ അപ്പനോട് സംസാരിക്കുക.